അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തോട് യോജിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളുമെല്ലാം കേവലം മനുഷ്യന്മാരായ ആളുകൾക്ക് ചാർത്തിക്കൊടുക്കുന്ന അതിദാരുണവും അപകടകരവുമായ വാദങ്ങളാണ് നമ്മൾ കുറച്ച് നാളുകളായി കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറെ കാലമായി കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ് പ്രചരിപ്പിച്ച് തെളിവായി വായിൽ വരുന്നത് പലതും പ്രമാണമായി അവതരിപ്പിച്ച് പൊതുസമൂഹത്തിനിടയിലും വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിലും അത് പ്രചരിച്ച് അവരുടെ മനസ്സുകളിൽ അത് ദൃഢമായി, ആ ദൃഢമായതിൽ നിന്നാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ നടന്ന മുഖാമുഖത്തിൽ വളരെ ഗൗരവതരമായി മുജാഹിദുകളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇവിടെ നടന്ന മുഖാമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ഒരു വിശദീകരണം ആദ്യം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലടക്കം പറഞ്ഞു പ്രചരിപ്പിച്ചു നടക്കുന്ന കള്ളക്കറാമത്തുകൾ, കറാമത്ത് കഥകൾ, ഒരുപക്ഷെ അതിൻ്റെ ഈറ്റില്ലം ഈ ചാലിയമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കുറെ നാളുകളായി ഇവിടെ വന്ന് ഇവിടെയുള്ള പള്ളിയിൽ മുദരിസായി സേവനം ചെയ്യുന്ന ബഹുമാന്യനായ പകര മുഹമ്മദ് അഹ്സനി, അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അദ്ദേഹത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന മടവൂർ ഖാഫിലയും അങ്ങനെ തുടങ്ങുന്ന പല ചാനലുകളും വളർന്നു വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളക്കരയിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ് ഇത്തരം ചില ചർച്ചകളാണ് വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകളെ കൊണ്ട് മടവൂരാണ് പടച്ചോൻ എന്നൊക്കെ പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പറയാൻ അവർ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ ധൈര്യം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഗൗരവതരമായ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പ്രവാചകന്മാരുടെ പ്രതിയോഗികളായി കടന്നു വന്ന ആളുകൾ പോലും പറയാൻ മടിച്ച വാക്ക്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലെ ഗൗരവതരമായൊരു ചോദ്യം, വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? ആരാണ് ആകാശങ്ങളെ പടച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ഈ കാണുന്ന അണ്ഡകടാഹത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഭൂമി ലോകത്ത് കാണുന്ന മുഴുവൻ വിഷയങ്ങളെയും കൃത്യമായി നിയതമായി നിയന്ത്രിച്ച് നിയമിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യം മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുമ്പോൾ അതിനവർക്കൊരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ അവർ വിളിച്ചു തേടിയിരുന്ന ആരാധ്യന്മാരുടെ പേരവർ പറഞ്ഞിട്ടില്ല. അവർ ആരാധിച്ചു കൊണ്ടിരുന്ന വസ്തുക്കളെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും അല്ലാത്തപ്പോഴുമെല്ലാം അവർ തങ്ങളുടെ രക്ഷകരായി കണ്ടിരുന്ന, തങ്ങൾക്ക് സഹായമായി വർത്തിക്കുമെന്ന് വിചാരിച്ചിരുന്ന അത്തരം ആളുകളുടെ പേരുകളൊന്നും അവർ പറഞ്ഞില്ല. ഖുർആനിന്റെ ചോദ്യം വമൻ യുദബ്ബിറുൽ അംറ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നത് ഫസയഖൂലൂന അല്ലാഹ് എന്നാണ് അവർ മറുപടി പറയാ. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ, ഈ ലോകത്തിന്റെ പരിപാലകനായവൻ, ഈ ലോകത്തിന്റെ നിയന്താവായവൻ, ഈ ലോകത്തെ സർവവും സൃഷ്ടിച്ചവൻ, എല്ലാത്തിനെയും കൃത്യമായി നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു മാത്രമാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ, ആ പറത്തിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് CM മടവൂരിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം മുദബ്ബിറുൽ ആലം അത് മടവൂര് തന്നെയാണ് എന്ന് ധൈര്യമായി പറഞ്ഞോടാ.
ആരെ നീ പേടിക്കാനാണ് എന്ന് ചോദിക്കുന്ന തരത്തിൽ പിൽക്കാലത്ത് കുട്ടികൾ പാട്ടുപാടുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരീഖത്തുകാരന്റെ വർത്തമാനമാണെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾക്ക് കൈയൊഴിയാൻ കഴിയില്ല. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് നടന്ന മുഖാമുഖത്തിൽ അവിടെ പ്രസംഗിച്ചയാൾ പറഞ്ഞത് അതേതോ കള്ളക്കറാമത്തുകാരൻ പറഞ്ഞതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാ ചോദിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പാട്ട് പാടാൻ ഈ കുട്ടികളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് ധൈര്യസമേതം പറഞ്ഞോ. നീ ആരെയാടാ പേടിക്കുന്നത്? ആരെയും ഭയപ്പെടേണ്ടതില്ല. അതിനെതിരെ വരുന്ന ഒരുത്തന്റെയും വർത്തമാനം നീ കേൾക്കേണ്ടതില്ല. മടവൂർ തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു. അതേ ചെക്കൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതേ വലിയ ഈ കേരളത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കുള്ളതിനേക്കാളും പിന്തുണ ഒരുപക്ഷെ അവർക്കുണ്ടാകും. അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെക്കൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇവർ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പാടിയത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ രണ്ട് പാട്ടും നിങ്ങളെ കേരളത്തിൽ പാടിക്കാൻ എന്താണ് കാരണം? അത് പരിശോധിക്കണ്ടേ? ഇപ്പോൾ ഞങ്ങളല്ലത് പാടിയത്, അതേതോ തരീഖത്തുകാർ കുട്ടികൾ പറഞ്ഞതാണ്. ഞങ്ങൾക്കങ്ങനെ വാദമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോകാൻ കഴിയില്ല. കാരണം കേരളത്തിലുടനീളം ഇതിലും ഇതിനപ്പുറത്തും പ്രസംഗിച്ചു നടന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പകര മുഹമ്മദ് ഹസനി, അദ്ദേഹം കേരളത്തിലുടനീളം പ്രസംഗിച്ചു നടന്നത് എന്തായിരുന്നു? കേരളത്തിൽ മുഴുവനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? CM മടവൂർ എന്ന് പറഞ്ഞാൽ ആരാണ്? CM മടവൂർ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയാത്തതൊന്നുമില്ല. ഈ ചാലിയത്തെ ഖത്തീബ് പ്രസംഗിച്ചതല്ലേ? അദ്ദേഹം അറിയാത്തതൊന്നുമില്ല. എല്ലാ ഭാഷയും അത് മടവൂരിനറിയാം എന്നുവരെ കേരളത്തിൽ പ്രസംഗിച്ച് നടന്നിട്ടില്ലേ? ഞാൻ ഒരു കഥ പറയാം. ഒരു കള്ളക്കറാമത്ത് കേരളത്തിൽ പകര മുഹമ്മദ് ഹസൻ നടത്തിയത് മാത്രം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട CM വലിയുള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം നടന്ന ഉമർ ഹാജി പറഞ്ഞതായി ഒരു സുഹൃത്ത് അവരിൽ നിന്ന് വ്യക്തമായ റിപ്പോർട്ടിലൂടെ എന്നോട് പറഞ്ഞു. കാട്ടില് CM വലിയുള്ളന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാട്ടാന ചീറികൊണ്ട് CM-ന്റെ നേരെ വരും. അപ്പൊ നമുക്കതൊരു ആക്രമിക്കാൻ വരുന്ന രൂപത്തിലാണ് വരുന്നത്. അത് വന്ന് CM വലിയുള്ളന്റെ മുമ്പിൽ അതിന്റെ മുട്ടുമടക്കി അത് തലക്ക് പിടിച്ചു നിന്നു. നേരെ അടുത്തുള്ള ഉമറാജി പറയുന്നേ, ആ ടൈമിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി കണ്ണുനീരിറ്റുന്നുണ്ട് ഈ ആനയുടെ. ആന സങ്കടം പറയുകയാണ്. അതാണ് സങ്കടം പറയാനാണ് ആന വന്നിട്ടുള്ളത്. അത് CM വലിയുള്ളാഹിക്ക് അവരോടൊക്കെ ഭാഷ അറിയും, അവരോട് സംസാരിക്കും, എല്ലാത്തിന്റെയും ഭാഷ അറിയാം. കണ്ടോ? കേരളത്തിൽ പ്രചരിപ്പിച്ചതാ. ആനയുടെ ഭാഷ CM മടവൂരിനറിയും.
കേട്ടോ, എന്തായിരുന്നു ആനയുടെ ഭാഷ? എന്താണ് ആന സംസാരിച്ചത്? CM മടവൂരിന് ആനയുടെ ഭാഷയെന്ന് മാത്രമല്ല, എല്ലാവരുടെയും ഭാഷ അറിയാം, ഏത് വസ്തുക്കളുടെയും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേലെ നിൽക്കാൻ പറ്റിയ ഒരാളില്ല. അതല്ലേ കേരളത്തിലൊരു സഖാഫി പുസ്തകം എഴുതി, മൗലിദ് കിതാബ് എഴുതി. ആ മൗലിദ് കിതാബിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. ആ അനുഭവത്തിൽ CM മടവൂരിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഒരു മുസ്ലിയാർ പറഞ്ഞു അത്രേ, ശൈഖേ, ഞാൻ നിങ്ങളെ കാണുന്നത് മുദബ്ബിറുൽ ആലമായാണ്, ഈ ലോകത്തിൽ നിയന്ത്രിക്കുന്ന ആളായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഉടനെ CM പറഞ്ഞു അത്രേ, ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി വൽ മദ്ഹു യഖ്സുറു, നിങ്ങൾ ഈ പറഞ്ഞ വിശേഷണമുണ്ടല്ലോ, എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വിശേഷണം, അത് വളരെ ചെറുതാണ്, അത് വളരെ ചെറുതായി പോയി, ഞാൻ അതിനും മേലെയാണ്, മുദബ്ബിറുൽ ആലമിന്റെയും മേലെയാണ് ഞാൻ എന്നാണ്. നീ മുസ്ലിയാക്കന്മാർക്ക് ഒരു വർത്താനം പറയാൻ അവകാശമില്ല. കാരണം കൊടുത്ത കഴിവ് എന്ന് എത്രയും കാലം പറയാം. കൊടുക്കുന്ന ആരാൻ? അല്ല കൊടുത്ത കഴിവാന്നാ പറഞ്ഞത്. മൂപ്പര് പറഞ്ഞ് ഞാൻ അള്ളാഹ്ക്ക് മേലെയാണെന്നാണ്. മുദബ്ബിറുൽ ആലം എന്നത് അള്ളാന്റെ വിശേഷണമാണെങ്കിൽ ഞാൻ അതിനും മേലെയാണ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല, അത്രയും വലുതാണ് ഞാൻ എന്നൊക്കെ ഈ കേരളത്തിൽ നിരന്തരമായി പ്രചരിപ്പിച്ചു. ഈ പ്രചരണത്തിന്റെ ഒടുക്കം, അല്ലെങ്കിൽ ഈ പ്രചരണം ഉണ്ടാക്കി വെച്ച ദുരന്തമാണ് ഇന്ന് കേരളക്കരയിൽ ഈ മുസ്ലിയാക്കന്മാര് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പെന്താ, മുജാഹിദുകൾ മുദബ്ബിറുൽ ആലം പറയുന്നതിന് മുമ്പ് നിങ്ങൾ അള്ള ആരാണെന്ന് പറയണം എന്നാണ്. ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് ആ വിഷയം വളരെ ഗൗരവതരമായി പല സ്ഥലത്തും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാം. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും അഥവാ ഖുർആനും ഹദീസിലും എന്താണോ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിച്ചു കൊണ്ടുവന്നത്, അഹ്ലുസുന്നയുടെ നേരവകാശികളായ മുൻഗാമികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ എന്താണോ അവിഷയകമായി പറഞ്ഞത്, അതിനപ്പുറത്തേക്ക് ഇന്നുവരെ മുജാഹിദുകൾ ചവിട്ടിയിട്ടില്ല. അഹ്ലുസുന്നയുടെ നിലപാട് എന്താണോ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ എന്താണോ നിലപാട്, ആ നിലപാടിനപ്പുറത്ത് ഇതുവരെ മുജാഹിദുകൾ നിന്നിട്ടില്ല. ഇനി മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാണോ അള്ളാഹുവിന്റെ വിശേഷണം അല്ല പറഞ്ഞത്, അതേ രൂപത്തിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലുതായി നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാന്തപുരം മുതൽ ഇങ്ങോട്ട്, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് മുതൽ ഇങ്ങോട്ട് ഓരോരോ മുസ്ലിയാക്കന്മാരും അവരവരുടെ പുസ്തകങ്ങളിലും പരിഭാഷകളിലും ഹദീസിന്റെ വിശദീകരണത്തിലുമൊക്കെ എഴുതി വെച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. കേരളത്തിൽ കണ്ടവരെ മുഴുവനും വിളിച്ചു തേടിക്കൊണ്ട് നടന്നിരുന്ന, ഏതിന്റെ മുന്നിലും പോയി തങ്ങളുടെ പ്രയാസം പറയാൻ യാതൊരുവിധ മടിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്നൊരു സമൂഹമുണ്ട് ഇവിടെ. സത്യമേത് അസത്യമേതെന്നറിയാതെ ജീവിച്ചിരുന്നൊരു സമൂഹമുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് പിൽക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാര്, സാമൂഹിക പ്രവർത്തകന്മാരിൽ പലരും പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചില്ലായിരുന്നുവെങ്കിൽ, കഴിഞ്ഞകാല പണ്ഡിതന്മാർ തൗഹീദിന്റെ യഥാർത്ഥ വശം ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തതാണ് എന്നാണ്. ഇന്നും നിങ്ങളെയൊക്കെ ഈ രൂപത്തിൽ പറയാൻ, ഇത്തരം വർത്തമാനം കേൾക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് പറയാൻ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഭാഗത്ത് അതിനോടുള്ള അമർഷമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാരുടെ പ്രബോധനമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു തന്നപ്പോഴാണ് ആളുകൾക്കത് ബോധ്യമായത്, ആളുകൾക്കത് മനസ്സിലായത്.
അതെ, പക്ഷിപ്പാട്ടും അതുപോലെ തന്നെ കിളിപ്പാട്ടുകളും മാലകളും മൗലൂദുകളും ഒക്കെയായി നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന്, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഗൗരവം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ആളുകൾ അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്, അഥവാ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അള്ളാഹു ആരാണ് എന്നിങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടതുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇനിയും പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് ചോദിച്ച ഒരു വാചകമുണ്ട്. അതെ, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. ആ ചോദ്യങ്ങളോട് ചോദിക്കേണ്ടതാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്ത് പറ്റിപ്പോയി ജനങ്ങളെ? നിങ്ങൾ അള്ളാഹുവിനൊരു മഹത്വം കാണുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിന് ഒരു മഹത്വം കാണുന്നില്ലേ എന്ന് നൂഹ് നബി ചോദിച്ച ചോദ്യമാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് നിങ്ങളോട് ചോദിക്കേണ്ടത് മുദബ്ബിറുൽ ആലം സിയമാണെന്ന് പറയുന്നവരോട്, പടച്ചോനാണ് സിയമെന്ന് പറയുന്നവരോട്, അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് നൂഹ് നബി ജനങ്ങളോട് ചോദിച്ച ചോദ്യം ചോദിക്കുകയാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖക്കും അത്വാറാ ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ചോദിക്കട്ടെയോ, മുദബ്ബിറുൽ ആലം സിയമാണെന്ന് പറയുമ്പോൾ സിയം ഇവിടെ ജനിച്ചു വളർന്നു വന്ന മനുഷ്യനല്ലയോ? അദ്ദേഹം ഇവിടെ വരുമ്പോഴും ഈ ഭൂമിയുണ്ട്, ഈ പ്രവിശാലമായ ആകാശമുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന സസ്യലതാദികളും മൃഗങ്ങളും അടക്കം പക്ഷിമൃഗാദികളെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്. ചോദിക്കട്ടെയോ, അയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇതെല്ലാം തദ്ബീർ ചെയ്തിരുന്ന ആളാരാ? അയാൾ ഉള്ളപ്പോഴും ഇതിന്റെ തദ്ബീർ ആർക്കാ? നിങ്ങൾ പറയണം. ഇതൊക്കെ നിങ്ങൾ ജനങ്ങൾക്ക് ഇങ്ങനെ പാടി പറഞ്ഞു കൊടുത്തപ്പോ ജനങ്ങൾ ധരിച്ചു വശായി പോയതാ. അതാ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് മക്കയിലെ മുശ്രിക്കുകൾ അടക്കമുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയില്ല. അള്ളാഹിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഗൗരവത്തെ പറയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല. വേണ്ട, അള്ളാഹിന്റെ റസൂലിനെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ആ പ്രവാചകനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിലും അപകടകരമായ വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. കഴിഞ്ഞ ഇവിടെ നടന്ന മുഖാമുഖത്തിൽ, ആ മുഖാമുഖത്തിൻ്റെ ചോദ്യോത്തരവേള നമ്മൾ നോക്കുമ്പോൾ അവിടെ ചോദ്യം ചോദിച്ചയാൾ, അയാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഈ ജന്മദിനാഘോഷം, പ്രവാചക ജന്മദിനാഘോഷം, ആ ജന്മദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രവാചകനിൽ നിന്ന് വല്ല പ്രമാണവും വന്നിട്ടുണ്ടോ എന്നാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത 10 സ്വഹാബികൾ, ആ 10 സ്വഹാബികളിൽ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യകർത്താവിൻ്റെ വളരെ ആവശ്യമായതും ജനങ്ങൾക്ക് വളരെ ഗൗരവതരമായും തോന്നുന്ന ഒരു ചോദ്യം. മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സുന്നിയാണ്,
സുന്നി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരനാണ്. പക്ഷെ ധാരാളം ആളുകൾ, എന്നെ പോലെയുള്ള സാധാരണ ആളുകൾക്കൊക്കെ ഈ വിഷയത്തിൽ ഇഷ്കാലുണ്ട്, ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞയാൾ, ആ മറുപടി പറഞ്ഞ രൂപം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതല്ലെങ്കിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളോ, ഈ 10 തൊട്ട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന നേരത്തെ 1 ലക്ഷത്തിൽ പരം സഹാബികളുണ്ട്. ചോദിക്കാം, മൊത്തത്തിലാണ് ചോദിക്കാം. ഏതെങ്കിലും ഒരു സഹാബികളോ ഇങ്ങനെ നബിദിനത്തിന് നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ? മദീനയിലോ മക്കയിലോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നാം ഇന്ന് നടത്തുന്നത് പോലെ നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്, നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട മറുപടിയും ആണ്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിക്കണം, ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമോ സുന്നത്തോ ആവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താലേ ആവൂ, അതല്ലെങ്കിൽ സ്വഹാബാക്കൾ ചെയ്താലേ ആവൂ എന്നില്ല. മുഹറം 9 നോമ്പ് നോക്കൽ സുന്നത്താണ്. അത് വഹാബികൾ നേരത്തെ അംഗീകരിച്ചിരുന്നു. ഇപ്പൊ 12 ആയതിനു ശേഷം ഏതൊക്കെ വിഭാഗം അംഗീകരിക്കുന്നത് നമുക്കറിയില്ല. പുതിയ അപ്ഡേഷൻ വരണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരിങ്ങനെ അതെ, പുതിയ അപ്ഡേഷൻ വരേണ്ടതുണ്ട്. അതാർക്കാന്നറിയോ? നിങ്ങൾക്കാണ്. കാരണം നിങ്ങളിപ്പോൾ ഏത് അപ്ഡേഷനിലാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പറഞ്ഞു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ആലുവയിൽ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രയോഗം. മാത്രമല്ല പിന്നീട് നമ്മൾ കാണുന്നത്, അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫറാണ്. കാന്തപുരം വരെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം മുശ്രിക്കാണ്. നിങ്ങളുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം കാന്തപുരം കാഫിറാണ്. ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, നിങ്ങളുടെ പുതിയ അപ്ഡേഷനാണ്. നിങ്ങൾ പുതിയ അപ്ഡേറ്റ് ചെയ്തപ്പോ കാന്തപുരം പുറത്തുപോയി. മാത്രല്ല, നിങ്ങളുടെ സദസ്സിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ഷെയ്ഖുന പകര ഉസ്താദ്, അദ്ദേഹവും നിങ്ങളുടെ അപ്ഡേഷൻ പ്രകാരം പുറത്താണ്. കാരണം അദ്ദേഹവും മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് പകര മുഹമ്മദ് ഹസ്സനി ഉസ്താദ് തന്നെയാണ്. അപ്പൊ ഞങ്ങളല്ല, ഞങ്ങളുടെ അപ്ഡേഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചര്യയാക്കി കാണിച്ചു തന്നിട്ടുണ്ടോ അതാണ് കാലങ്ങളായി മുജാഹിദുകൾ പറയുന്നത്. നബിതങ്ങളുടെ സുന്നത്തായി വന്ന ഒരൊറ്റ കാര്യം പോലും നബിതങ്ങൾ ജീവിതത്തിൽ പറഞ്ഞതോ പ്രവർത്തിച്ചതോ അംഗീകാരം കൊടുത്തതോ ആയ ഒരു ചെറിയ സുന്നത്ത് പോലും മാറ്റിവെക്കണമെന്നോ അതങ്ങനെയല്ലെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? കേരളത്തിൽ പ്രവാചക ചര്യയുടെ പ്രാധാന്യം പഠിപ്പിച്ചത് മുജാഹിദുകളല്ലേ? കേരളത്തിൽ പ്രവാചക ചര്യയാണ് അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമെന്നും കാലകളും കീലകളുമല്ല, കഴിഞ്ഞുപോയ പണ്ഡിതന്മാരല്ല, പ്രവാചകന്റെ ചര്യയാണ് ജീവിതത്തിൽ പകർത്തേണ്ടതെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് മുജാഹിദുകളല്ലേ? എന്നിട്ട് മുഹറം 9 നോമ്പ് മുജാഹിദുകൾ മുമ്പ് നോറ്റു, ഇപ്പൊ നോക്കുവോ, നിന്നെ നോക്കാൻ കഴിയോ എന്നൊന്നും അറിയില്ല. ചപ്പടാച്ചു വർത്തമാനങ്ങളൊന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട മുസ്ലിയാക്കന്മാരെ. മാറിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് പറയാൻ വയ്യ. എന്നാലും അവർ പഴയ വഹാബികൾ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുഹറം 9 നോമ്പ് നോറ്റത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല. എന്നാലോ അങ്ങനെ സുന്നത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ സുന്നത്താവാൻ റസൂലിനെ ചെയ്യാമെന്നില്ല. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബാക്കർ ഉസ്താദ് പറഞ്ഞു, ഇസ്ലാമിലെ പ്രമാണങ്ങൾ ഖുർആനിലുണ്ടായാൽ അത് പ്രമാണമാണ്, ഹദീസിലുണ്ടായാൽ അത് നമുക്ക് ചര്യയാണ്. ഖുർആനിലുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഹദീസിലുണ്ടെങ്കിൽ സ്വീകരിക്കാം, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാം. റസൂലിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ചെയ്യണമെന്നില്ല. ഒരു കാര്യം റസൂലിനെ പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന് തെളിവാണ്, ചെയ്യണമെന്നില്ല. ഇപ്പൊ ആദ്യം പറഞ്ഞ് അവസാനം പറഞ്ഞ് ബാത്തിലാക്കി. ആദ്യം പറഞ്ഞു വന്നതൊക്കെ അവസാനം പറഞ്ഞപ്പോ ബാത്തിലായി. ഇപ്പൊ എന്താ പറഞ്ഞത്? എന്തിനാണ് ഇങ്ങനത്തെ ഒരു വർത്തമാനം ഇവർ പറയുന്നത്? ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഖുർആനോ പ്രവാചകന്റെ ചര്യയോ ഖുലഫാഉർ റാഷിദീങ്ങളോ വേണ്ട, 4 നൂറ്റാണ്ട് വരെയുള്ള മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് കാണുന്ന പ്രവാചക പ്രേമത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന നബിദിനാഘോഷം, ഇഹ്തിഫാലു മൗലിദിൻ നബി, അതിനൊരു അരവരി തെളിവ് കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി ചോദ്യമുണ്ട്, ജന്മദിനമാരുടേതാണ്? റസൂലുള്ളാഹിന്റേതാണ്. അങ്ങനെയെങ്കിൽ റബീഉൽ അവ്വൽ 12-ന്
ഇങ്ങനെ ഒരു ആഘോഷം അള്ളാഹുവിന്റെ റസൂൽ സംഘടിപ്പിക്കേണ്ടതില്ലേ? ഒരു സാമാന്യ ചോദ്യമല്ലേ അത്? അതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമല്ലേ? അതിന് നിങ്ങൾ മറുപടി പറഞ്ഞത് എന്താ? നബി തങ്ങൾ ചെയ്യണമെന്നില്ല. എന്നാ ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, അള്ളാന്റെ റസൂല് ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു അരവരി കൊണ്ട് പോലും റബീഉൽ അവ്വൽ 12 ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞുവോ? ഇനി അതും വേണ്ട, റസൂലുള്ളാഹിന്റെ പ്രഗത്ഭരായ സ്വഹാബി വര്യന്മാർ, ആ സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ ജന്മദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് എന്തെങ്കിലും ഒരു കർമ്മം അവിടുന്ന് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അംഗീകരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയോ ശരിയാണെന്ന് പറയുകയും ചെയ്തതോ പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. അങ്ങനുണ്ടെങ്കിലല്ലേ നിങ്ങളാ പറഞ്ഞതിന് വല്ല സ്ഥാനവും ഉണ്ടാവുക. എന്തേ ചോദിച്ചത്? ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നബിതങ്ങൾ ചെയ്യേണ്ടതില്ല. ഓ, എന്തൊരു തൊലിക്കട്ടി അങ്ങക്ക് ഞാൻ ആലോചിച്ച് നോക്കാണ്. നിങ്ങൾ ആരെയാണ് പ്രവാചകനായി സ്വീകരിച്ചത്? ഞാനൊരു ഒറ്റ വാചകം വായിക്കാം. ഇമാം ഖുർത്തുബി റഹിമത്തുല്ലാഹി അലൈഹി, നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 63-ാമത്തെ വചനം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ അംറിനോട് എതിരാകുന്നവർ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, ദുനിയാവിൽ അവർക്കൊരു ഫിത്ന ബാധിക്കുമെന്ന്, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടുമെന്ന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന ആയത്ത് അത് വിശദീകരിക്കുന്നു ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ്. അൻ അംരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ റസൂലുള്ളാഹിന്റെ അംറ് അതെന്തൊക്കെയാണ്? അത് റസൂലുള്ളാഹിന്റെ മിൻഹാജും അവിടുത്തെ ത്വരീഖത്തുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് കാണിച്ചു തന്ന മാർഗമാണ്, നബിതങ്ങൾ നടന്നുപോയ വഴിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വസുനനുഹു വശരീഅത്തുഹു, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ അവിടുന്ന് നിയമമാക്കി കാണിച്ചു തന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ചുറ്റുഭാഗത്ത് നിന്നത് ശ്രദ്ധിക്കുന്ന ഉസ്താദുമാരുണ്ട്, ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ഇമാം ഖുർത്തുബി പറയുകയാണ്, ഫതൂസനുൽ അഖ്വാലു വൽ അഅമാൽ ബിഅഖ്വാലിഹി വഅഅമാലിഹി ഫമാ വാഫഖ ദാലിക ഖുബില വമാ ഖാലഫഹു ഫഹുവ മർദൂദുൻ അലാ ഖായിലിഹി വഫാഇലിഹി കായിനം മാ കാൻ. എന്നാണ് ഇമാം ഖുർത്തുബി പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചെയ്യണ്ടാന്നോ? പ്രവാചകൻ ചെയ്തെന്ന് നോക്കേണ്ടതില്ലെന്നാണോ പറയുന്നത്? അല്ല അല്ല, ഫതൂസനുൽ അഖ്വാലു വൽ അഅമാൽ, നമ്മളുടെ വാക്കുകളും പ്രവർത്തികളും, നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന പ്രവർത്തികളും വാക്കുകളും പ്രവർത്തനങ്ങളും അത് തുലനം ചെയ്യപ്പെടും. അതേതു എങ്ങോട്ട്? ബിഅഖ്വാലിഹി വഅഅമാലിഹി. ഞാൻ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞതാണോ, ഞാൻ ചെയ്തത് റസൂലുള്ള ചെയ്തതാണോ എന്ന് തുലനം ചെയ്യപ്പെടണം. ഫമാ വാഫഖ ദാലിക ഖുബില, ഞാൻ ചെയ്യുന്നൊരു കാര്യം നബിതങ്ങൾ ചെയ്തതാണോ, അതെ ചെയ്തതാണെന്ന് വന്നാൽ സ്വീകരിക്കപ്പെടും. ഞാൻ പറയുന്ന വാക്ക്, ഞാൻ ജനങ്ങളോട് പ്രചരിപ്പിക്കുന്ന കാര്യം അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണോ എങ്കിൽ അത് സ്വീകരിക്കപ്പെടും. ഇത് റസൂലുള്ളാഹിന്റെ വാക്കിനോടോ അവിടുത്തെ പ്രവൃത്തിയോടോ എതിരായതാണെങ്കിൽ ഫഹുവ മർദൂദുൻ അലാ ഖായിലിഹി വഫാഇലിഹി, അത് ആര് പറഞ്ഞോ പ്രവർത്തിച്ചോ അവനിലേക്ക് തന്നെ അത് തള്ളപ്പെടുന്നതാണ്. കായിനം മാ കാൻ, എവിടുന്ന് ആരിൽ നിന്നുണ്ടായാലും ശരി, ആര് പറഞ്ഞാലും ആര് ചെയ്താലും
അള്ളാന്റെ റസൂല് പറഞ്ഞതും പ്രവർത്തിച്ചതിനും എതിരാണോ ഫഹുവ മർദൂദുൻ അലാ ഖായിലിഹി വഫാഇലിഹി കായിനൻ മകാൻ. അല്ലേ ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്നില്ല, സ്വഹാബത്ത് ചെയ്യണമെന്നില്ല? എന്നിട്ട് ചോദിച്ചതോ മുഹറം 9 നോമ്പ് നബിതങ്ങൾ നോറ്റിട്ടുണ്ടോ? നബിതങ്ങൾ നോറ്റിട്ടുണ്ടോ? എന്നിട്ട് ആ ചങ്ങായി എന്നെ അവസാനം അത് പൊളിച്ചു. നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവം. ഒരാൾ ചോദ്യം ചോദിച്ചത് എന്തിനാണ്? നബിയോ സ്വഹാബികളോ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രവൃത്തിക്ക് വല്ല സാധുതയും അവിടുന്ന് കിട്ടിയിട്ടുണ്ടോ എന്നാ ചോദ്യം. ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതാണ്. അത് കാണിക്കാനില്ല. രസം എന്താ നോക്കിയാലേ, ഈ മുഖാമുഖം സമ്പൂർണമായും മുജാഹിദുകൾക്ക് വലിയ വിജയം നൽകിയ മുഖാമുഖമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആദർശത്തെ ഒരു വരി കണ്ടുപോലും തകർക്കാൻ 4-4.5 മണിക്കൂർ നേരം നടത്തിയ മുഖാമുഖത്തിൽ ഒരിടത്ത് പോലും സാധിച്ചിട്ടില്ല എന്നത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ടാണ് ഞാൻ പറയണത്. മാത്രമല്ല മട്ടലുമ ചവിട്ടിയമാതിരി ആയിപ്പോയി. ആദ്യം ഒരിടത്ത് ചവിട്ടും, ഇപ്പുറത്ത് അപ്പം അത് പൊങ്ങും, ഇവിടെ ചവിട്ടുമ്പോൾ അപ്പുറത്ത് പൊങ്ങും. നോക്കുമ്പോൾ ആദ്യം പറഞ്ഞതിനൊക്കെ മറുപടി പിന്നാലെ. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. അവിടെ ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇമാമിയങ്ങൾ ഈ റസൂലുള്ള ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ള ചെയ്യണമെന്നില്ല, എന്തെങ്കിലും നടന്നാൽ മതി, നമുക്ക് കിട്ടിയാൽ മതി എന്നാ പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് റസൂലുള്ള ചെയ്യാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇമാമിയങ്ങൾ ചെയ്തില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ആലോചിക്കണേ, റസൂലുള്ള ചെയ്തില്ല എന്നത് ഇവിടെ വിഷയമല്ല. റസൂലുള്ള ചെയ്തില്ല എന്നതുകൊണ്ട് അമൽ ചെയ്യാതിരിക്കാൻ പറ്റൂല. എന്നാ കുറച്ചിങ്ങോട്ട് വരുമ്പോ വേറൊരു ചോദ്യത്തിന്റെ മറുപടിയിൽ ഇവർ പറയാണ് ഇമാമിയങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ ചെയ്തില്ല എന്നതിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം പരിമിതമാക്കിയ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് പറയാ? നിങ്ങളത് കേട്ടു നോക്കിക്കോളി. വിലക്കില്ലെങ്കിലും പിന്നെ ഇസ്ലാമിന് എതിരില്ലാത്ത വിഷയങ്ങളിലും അത് ചെയ്യാന്നാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അപ്പം നമുക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ ഇമാമിയങ്ങൾ അത് പഠിപ്പിക്കണം. ഒരു ഇമാമിയങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ല. കഴിഞ്ഞ പറ്റി നമ്മൾ മാത്രമല്ല ജനിച്ചത്, ഈ കാലത്തൊക്കെ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പുതിയൊരു രൂപം നമ്മൾ ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹികൾ അല്ലാത്തവരുടെ ഒരു ജന്മദിനം ഒരാളും നടത്തിയിട്ടില്ല. ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഇമാമികളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തവർ പുതിയ രൂപം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലും ചെയ്ത് കാണിക്കണ്ടേ? നമ്മൾ ദീനാർ അങ്ങനല്ലേ ഇമാമികൾ. അപ്പൊ നോക്കുങ്ങള് ഇമാമിയങ്ങൾ എന്താ ചോദ്യം? എന്റെ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ഇവര് തന്നെ അറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ആ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ മുസ്ലിയാക്കന്മാർ ഉരുണ്ട് കളിക്കാണ്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? എന്റെ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അതിന് മുല്ലാര മറുപടി പറ്റൂല. എന്താ കാര്യം? നല്ലതാണെങ്കിൽ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞില്ലേ, എതിരില്ലെങ്കിൽ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ പറയാൻ എന്താ പറഞ്ഞത്? പറയണത് ഇമാമിയങ്ങൾ ചെയ്തിട്ടില്ല. കണ്ടോ നിങ്ങള്, അള്ളാന്റെ റസൂല് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്ന് വാശി പിടിക്കുന്ന മുസ്ലിയാക്കന്മാർ അള്ളാഹുവിന്റെ റസൂല് ചെയ്യണമെന്നില്ല, സ്വഹാബത്ത് ചെയ്യണമെന്നില്ല എന്ന് പ്രചരിപ്പിച്ച മുസ്ലിയാക്കന്മാര് തന്നെ അവര് പറയുന്നു ജന്മദിനം ആഘോഷിക്കാൻ പറ്റൂല, എന്റെ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റൂല. എന്താ? ഇമാമിയങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മേലെ റസൂലുള്ളയോ ഇമാമിയങ്ങളോ? നിങ്ങൾക്ക് മേലെ ബഹുമാനപ്പെട്ടവരായി തോന്നുന്നത് റസൂലുള്ളയോ അതോ ഇമാമിയങ്ങളോ? കണ്ടങ്ങൾ മുഖാമുഖത്തിന്റെ കോലം. ആദ്യം പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴേക്ക് തകർത്തെറിയാണ്. മാത്രമല്ല അതിന്റെ കൂടെ ഒരു ചോദ്യം അയാൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം മുജാഹിദുകൾ അവർ ചോദിക്കുന്നുണ്ട് ജന്മദിനാഘോഷം ഇപ്പോഴിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നബിയും സഹാബത്തും അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ മൈക്ക് ഉപയോഗിക്കണില്ലേ? ആ മൈക്ക് ഉപയോഗിക്കുന്ന റസൂലുള്ള മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അതിന് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ച് ആ മുഖാമുഖത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ ചോദ്യകർത്താവ് തന്നെ വിഷയം പറഞ്ഞപ്പോ അതാ മുസ്ലിയാർ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അയാൾ മൈക്ക് ഉപയോഗിക്കൽ അനുവദനീയമാണെന്നല്ല,
അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയിൽ പെട്ടതാണെന്ന് വരെ പറഞ്ഞു. ഉത്തരം നമ്മൾ പറയുന്നില്ല ഓല് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ഉസ്താദ് നേരത്തെ പറഞ്ഞു ദീനിലില്ലാത്ത, അതായത് പണ്ട് മൈക്കില്ലായിരുന്നു, ഇപ്പൊ മൈക്കുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെട്ടേ തെറ്റില്ല. അതങ്ങനെ മാത്രമല്ല, ഇതെന്താണ് മൈക്ക് എന്ന് പറയുന്നത്? ആളുകൾക്ക് ശബ്ദം നമ്മൾ പ്രസംഗം എത്തിക്കാൻ വേണ്ടിയാണ്. അതെ, പണ്ടില്ലാത്ത ഒന്ന് ഇപ്പൊ ഉണ്ട്. അല്ല, ഇത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഏത് മൈക്ക്? ആളുകളിലേക്ക് എത്തിക്കാനാണ്. വരെ പറഞ്ഞു കൊടുത്തുള്ള മൈക്ക് മാത്രമല്ല, എത്രയോ മാധ്യമങ്ങൾ അതേമാതിരി അന്ന് പറയാതെ പറയുന്നത്. അല്ല, ഇത് അനുവദിച്ചതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ് മൈക്ക്. കണ്ടോ? അപ്പൊ അങ്ങനെയുണ്ട്. മൈക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? മുമ്പില്ലാത്തത് ഇപ്പൊ ഉണ്ടായാലല്ലേ. അപ്പൊ എന്താ ചെയ്യാൻ? അപ്പൊ പറയാം, അല്ല, അത് അനുവദിക്കപ്പെട്ടതാണ്, അല്ല, റസൂല പ്രോത്സാഹിപ്പിച്ചതാണ്. അതിന് ഹദീസ് ഉദ്ധരിച്ചു. എന്താ ഹദീസ്? നിങ്ങളിൽ നിന്ന് ഇവിടെ ഇല്ലാത്തവർ ഉള്ളവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഇല്ലാത്തവർ ഉള്ളവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കലാണ്. അപ്പൊ ഈ മൈക്കിന്റെ ഡ്യൂട്ടി എന്താ? അത് തബ്ലീഗ് ചെയ്യലാണ്. തബ്ലീഗ് എന്ന് പറയുന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. കണ്ടോ? ഇനി ഒരൊറ്റ മുസ്ലിം കുട്ടികള് ആ ജാതി ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. എന്തിന്? മൈക്ക് ഉപയോഗിക്കാൻ പറ്റോ? കോളാമ്പി ഉപയോഗിക്കാൻ പറ്റോ? AC ഉപയോഗിക്കാൻ? ആ ജാതി വർത്താനം പറഞ്ഞ് നിങ്ങൾ വന്നേക്കരുത്. കാരണം നിങ്ങളെ മുഖാമുഖത്ത് നിങ്ങളത് പൊളിച്ചിട്ടുണ്ട്. ആ ആശയം നിങ്ങൾ മാത്രല്ല, ഇങ്ങനെ ഓരോന്നോരോന്നായി ഞാനത് മുഴുവൻ വിശദീകരിക്കുകയല്ല. നിങ്ങളെ മുഖാമുഖം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ആദ്യം പറഞ്ഞത് അവസാനം തള്ള, ആദ്യം പറഞ്ഞതിനൊന്നും ഒരു നിലക്കും നിലനിൽപ്പില്ലാതെ വന്ന് അവസാനം നിങ്ങൾക്ക് നോക്കണേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് തെളിവായി ഒരു മുസ്ലിയാര് പിന്നീട് വേറൊരു മുസ്ലിയാര് കയറിയിട്ട് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു തെളിവും കിട്ടിയില്ല. ആയത്തിന് തെളിവ് പിടിക്കാൻ നോക്കുന്നത് ശരിയാവുന്നില്ല. അപ്പൊ ചോദ്യം വരുന്നു, ആ ആയത്ത് മനസ്സിലാക്കി റസൂലുള്ളാഹ്ക്കല്ലേ ആ നബിതങ്ങൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ വരുന്നു. ഇല്ല, ഹദീസ് നോക്കുന്നു, അതിലും ഉത്തരം കിട്ടുന്നില്ല. അവസാനം മൂപ്പരൊരു പൊടിവള്ളി, അതെന്താ പിടിവള്ളി? അത് കേട്ടോളി, മൂപ്പര് പറയാണ്. കല്യാണം കഴിയുന്നവരെ ഒരു പക്ഷേ കാമുകിയുടെ വീടിന്റെ ചുറ്റും കറങ്ങാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ രണ്ടാളും ബെഡ്റൂമിൽ ഇരിക്കല്ലേ. അപ്പൊ ചിന്ത വീടിന്റെ ചുറ്റും കറങ്ങാത്തത്, വീടിന്റെ ചുറ്റും കറങ്ങാത്തതെന്ന്. വീടിന്റെ ചുറ്റും കിട്ടാത്ത കാലത്ത് കറങ്ങിയിരുന്നു, കിട്ടിയവരിനെ കറങ്ങോ? വീട്ടിലിരിക്കില്ലാമ്പോ ശ്രദ്ധിക്കണം. ഇതൊക്കെ ലൈവാണ്, എല്ലാവർക്കും ചിന്തിക്കണം. നെഞ്ചത്ത് കഴിഞ്ഞ് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരാൾ പറയാണ്, മുൻഗാമികളൊക്കെ കല്യാണം കഴിച്ചവരെ ചരിത്രം നീ വായിച്ചില്ലേ? വായിച്ചു. നീ ഇങ്ങനെ കറങ്ങാണ്, ഓല് വീട്ടിലിരിക്കുകയാണ്. മോനെ, ഓല് കല്യാണം കഴിച്ച് പെണ്ണുങ്ങൾ എങ്ങനെ വീട്ടിലിരിക്കുന്നത്? ഭൗതിക പ്രേമമാണ് ഉദാഹരണത്തിന് നല്ലത്. പെണ്ണിനെ പ്രേമിച്ച് അമറു അല്ല ജിദാരി ദിയാരി ലൈല മുഖദ്ദിനു ദൽ ജിദാർ വദൽ ജിദാർ വമഹബ്ബു ദിയാരി ശറഫുന ഖൽബി വലകിൻ ഹബ്ബു മൻ ശകന ദിയാർ. വീടിന്റെ ചുറ്റും, ലൈല താമസിച്ച വീടിന്റെ ചുറ്റും കുറ്റിച്ചുമരുണ്ട്. ആ ചുമരിൽ ചുംബിക്കാൻ ഒരാള്. കാരണം ലൈലയെ പ്രണയിച്ച ലൈലയെ ചുംബിക്കാൻ കിട്ടിയില്ല. അപ്പോ ലൈല താമസിക്കുന്ന വീടിനെ ചുംബിക്കണം, കിട്ടിയില്ല. വീടിന്റെ ചുറ്റും ഒരു കുറ്റിച്ചുമരുണ്ട്. ഒന്നും കിട്ടാതായപ്പോ ലൈലയോട് ബന്ധപ്പെട്ടതിനെ ചുംബിച്ചു. കവി പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ ചുമരി ചുംബിക്കൽ ഒരു പ്രത്യേകത ഒന്നും എനിക്കില്ല. അതായത് മൗലിദിന് ഏത് മങ്കൂസിനോട് തോന്നണോ, ഷറഫിനോ തോന്നണോ, അതിൽ ദഫ് ഈ കുട്ടി മുട്ടണോ ആ കുട്ടി മുട്ടണോ, അതിന്റെ മൈക്ക് ഇത്ര വാർഷ് വേണോ, സ്റ്റേജിന് ഇത്ര ഹൈറ്റ് വേണോ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് മാത്രമല്ല. ഈ വീടിന്റെ കൊച്ചുവീടിന്റെ ഉള്ളിൽ ഒരു വീടുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ പ്രണയിക്കുന്ന കാമുകിയുണ്ട്. അപ്പൊ അവളെ കിട്ടാത്തത് കൊണ്ടാണ് ഈ കുട്ടി. കണ്ടോ എന്താണ് പറഞ്ഞു വന്നത്? ഇനി ഭൗതിക പ്രേമം തന്നെ ഉദാഹരണം പറഞ്ഞാൽ ക്ലിയർ ആകുന്ന പറഞ്ഞു. അത് തന്നെ മതിയെന്ന്. അതെന്താ? കല്യാണം കഴിച്ചോലും വീട്ടിലിങ്ങനെ ഭാര്യയുമായിട്ട് കഴിഞ്ഞുകൂടാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാമുകിയുടെ പിന്നാലെ ചുറ്റലാണ് എല്ലാവരും. കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലാണ്. തിരിഞ്ഞാൻ പറഞ്ഞ് നബിദിനാഘോഷത്തിന് തെളിവ് പറഞ്ഞതാണ്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് നടക്കാണ്. ഈ റാലി എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ കാണാൻ വേണ്ടി നടക്കാണ്. അപ്പൊ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയ പിന്നെ റാലിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ പോകാണ്. ഏതുപോലെ അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ ولا حب الديار شغفنا قلبي ولكن حب من سكن الديار. ലൈലയും ഖൈസും തമ്മിലുള്ള പ്രേമത്തിന്റെ കഥ പറയുന്നു മുസ്ലിയാർ.
അയാൾ പറയുന്നത് എന്താണ്? കൈസ് പറയാണ്, എൻ്റെ ലൈലയെ പാർപ്പിച്ചിട്ടുള്ള വീട്, അവൾ താമസിക്കുന്ന വീട്, അതിൻ്റെ ചുറ്റുഭാഗത്ത് ഞാൻ ഇങ്ങനെ നടക്കും. ഞാൻ എന്നിട്ട് ഈ ചുമരും ആ ചുമരുമൊക്കെ ഞാൻ ചുംബിക്കും. എന്നെ കാണുന്നവർ വിചാരിക്കും ആ ചുമരിനോട് എനിക്ക് പ്രേമമുണ്ടെന്ന്. എനിക്ക് ചുമരിനോട് പ്രേമമില്ല, അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ പ്രേമഭാജനമായ ലൈലയോടാണ് എനിക്ക് പ്രേമം. ആ പ്രേമമാണ് അവിടെ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്, ഞാൻ ഈ ചുമരിൽ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് നബിദിനാഘോഷത്തിന് തെളിവ്? നിങ്ങൾക്കൊരു സബ്അ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ട്, മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റ് ആവും, മനസ്സിലായോ? അത് പഠിച്ച ആളുകൾക്കും അറിയാം, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അറിയാം. അതൊന്നും നിങ്ങളത് പറഞ്ഞു നോക്കുക, അത് അതിനേക്കാളും ഫിറ്റായിരിക്കും. എന്തൊക്കെ വിടുവായിത്തങ്ങളാണ് നിങ്ങൾ പറയാൻ. എന്താ വിഷയം? റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ടോ? ആ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് തെളിവുദ്ധരിക്കുകയാണ് ലൈലയും കൈസും തമ്മിലുള്ള പ്രേമനാടകം. അതാണത്രേ, അതാണ് തെളിവ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതാ ഞാൻ പറഞ്ഞത്, ആ മുഖാമുഖം തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാൽ ഒരു വരി കൊണ്ട് പോലും ഒരാശയത്തെ സമർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രമാണങ്ങളുടെ പിന്നാലെ പോകാൻ അവർക്ക് കഴിയുന്നില്ല. ആകെ പറയാനുള്ളത് ഈ രൂപത്തിലുള്ള കുറെ വർത്തമാനങ്ങൾ മാത്രം. പിന്നെ ചോദ്യകർത്താവിനെ വട്ടം കറക്കാം, പിന്നെ ചോദ്യം കർത്താവിനെ വട്ടം കറക്കുക. ആ വട്ടം കറക്കാന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രവാചക പ്രേമം എന്ന പേരിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂത്താട്ടങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രമാണത്തിന്റെ ശകലം ഉദ്ധരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ വരെ ഇവർക്ക് തള്ളിപ്പറയേണ്ടി വരുന്നു, സ്വഹാബത്തിനെ തള്ളിപ്പറയേണ്ടി വരുന്നു. കാരണം 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ ഈ സംഗതിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ഭഗീരഥ പ്രയത്നം നടത്തി നോക്കുന്നുണ്ട്, പക്ഷെ സാധ്യമാകുന്നില്ല. ഇതുപോലെയാണ്. ഇനി ഒരു വിഷയം കൂടി ഞാൻ അന്ന് പറഞ്ഞേക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ മുസ്ലിയാക്കന്മാരുണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകമായ പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമാണ് മഹാന്മാരായ ഔലിയാഇന്റെ കറാമത്തുകൾ. വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറാമത്തിൽ വിശ്വാസമില്ല, അവർ വലിയകളെ അംഗീകരിക്കില്ല എന്നാണ്. ഒരിക്കലുമല്ല. ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ, ഞാൻ വീണ്ടും പറയാൻ, ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞോ അതാണ് ഞങ്ങൾ പറയാ. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത് വലിയ ആരാണ്? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് വലിയുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹ് പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാ, വലിയുകൾ, അവർക്ക് ദുഃഖമില്ല, ഭയമില്ല. ആരാണവർ? അല്ലദീന ആമനൂ, വിശ്വാസം കൃത്യമാക്കിയ ആളുകൾ, വകാനൂ യത്തഖൂൻ, അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരാണ് വലിയുകൾ. അവർ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുന്നവരാണ്. അവർ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും, നോമ്പെടുക്കും, സാമ്പത്തികമുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കും, അങ്ങനെ ഇസ്ലാമിന്റെ പുണ്യകർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നു, നിഷിദ്ധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇവരല്ലേ വലിയ? ഞാൻ ചോദിക്കട്ടെയോ, ഈ ഗണത്തിൽ CM മടവൂരിനെ വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? CM മടവൂരിനെ വെക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന വലിയുകളെ വെക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ പറയുന്ന വലിയുകളുടെ ക്വാളിറ്റി എന്താ? നിസ്കരിക്കാതിരിക്കുക എന്നതാണ്. നിസ്കരിക്കാതിരിക്കുക നിങ്ങളെ ക്വാളിറ്റി അതല്ലേ? നോമ്പെടുത്തവന്റെ നോമ്പ് മുറിപ്പിക്കുക CM മടവൂരിന്റെ വലിയ മഹത്വമായി നിങ്ങൾ എഴുതി വെച്ചതല്ലേ? വേണ്ട. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മരിക്കുന്നതിന് മുമ്പ്
അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ടത്. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. CM നിസ്കരിക്കാറില്ല, മാത്രമല്ല നോമ്പെടുക്കാറില്ല. ഏത് നോമ്പ്? സുന്നത്ത് നോമ്പല്ല, ഫർള് നോമ്പ്, റമളാനിലെ നോമ്പ് എടുക്കുന്നത് കണ്ടിട്ടില്ല. മാത്രമല്ല എടുത്തവരെ ആ നോമ്പ് മുറിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളെ പകര ഉസ്താദ്, ഈ പകര ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. എന്തിനാണ് ആ കഥ? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ആ കഥ എന്തിനാണെന്നറിയോ? ഒരു വലിയ നിസ്കരിക്കാറില്ല, നിസ്കരിക്കാതില്ലാത്തൊരു വലിയന് വേറൊരാള് അയാൾ എന്താ നിസ്കരിക്കാത്തെന്ന് ചോദിക്കണമല്ലോ എന്നോർത്ത് അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോ ചോദിക്കാൻ ചെന്നവന് കിട്ടിയ അവസ്ഥ എന്താന്ന് കേട്ടോളി. അപ്പൊ ഇവരുടെ ആയുധങ്ങൾ അഹമ്മദുൽ ബദവി നിസ്കരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കേട്ട് ഉപദേശിക്കാൻ ഇവരുടെ ആയുധങ്ങൾ വലിയ മഹാനും സൂഫിയും വലിയ കറാമത്തുള്ളവരുമാണ്. ആക്ഷേപത്തിന് വേണ്ടി ചെന്നതല്ല, ഉപദേശിക്കാൻ ചെന്നതാ. ആക്ഷേപത്തിന് എന്നാൽ അത് വലിയ അപകടമായി. ഒരു മഹാനെ സംബന്ധിച്ച് നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഈമാൻ തെറ്റാൻ കാരണമാവും, സൂൽ ഖാത്തിമക്ക് കാരണമാവും. അത് പറയാനും പാടില്ല, ചിന്തിക്കാനും പാടില്ല. അപ്പോ അതിന് ചെന്നതല്ലേ, വലിയ മഹാനാവും. മുപ്പര് ചെന്ന് ഉപദേശിക്കാൻ വേണ്ടി ചെന്നപ്പോ തട്ടിയാല് സാധാ പന്ത് പോണമായിരല്ല പോയത്, ആട് പൊന്തി എന്തോ ഒരു ആട് പൊന്തി 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 പോണു. മൂപ്പർക്ക് എന്ത് ചെയ്യാനാവും? ഉടനെ വരാനാവോ? പോവാണ്. വണ്ടിയൊന്നുമില്ല, ബേജാറായി വെപ്രാളായി. മൂപ്പരായതുകൊണ്ടായി. ഞാനൊക്കെ നമ്മളൊക്കെ പോന്നിട്ടുണ്ടാവും. പോയി 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 ഏതോ നാട്ടിൽ കൂടെ പോവാണ്, മോൾ കൂടെ പോയി 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 കടലിന്റെ ഏതോ ഭാഗത്തുള്ള ഒരു ദ്വീപിൽ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് കേൾക്കാൻ തുടങ്ങി. എന്ത് കാട്ടു തമ്പുരാനെ ഒരു ഉപദേശിക്കാൻ വേണ്ടി പോയപ്പോ ഈ തട്ടിയാല് ബേജാറായി. ഞാൻ തമാശ അറിയില്ല, ഈ കിതാബ് ഇത് മഹാനായ ഷിബിൽ എഞ്ചി നൂറുൽ അബ്സാറിലെ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ അല്ല, ഷിബിൽ എഞ്ചി എന്ന് പറഞ്ഞ ഒരു ഇമാമാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എന്നാണ് ഈ പറഞ്ഞത്? നിസ്കരിക്കാത്തൊരു ആളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നവനെ തട്ട. നിസ്കരിക്കാത്തത് എന്താണ് എന്ന് മുപ്പരോട് ചോദിക്കാലോ എന്ന്. എന്താണ് പകര ഉസ്താദ നിങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ഈ കഥ കൊണ്ട് നിങ്ങൾ ലക്ഷ്യമാക്കിയത് എന്താ? നമ്മളെ വലിയുകൾ ആരെങ്കിലും നിസ്കരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി ചെന്നേക്കല്ല കേട്ടോ, ചിലപ്പോൾ തട്ടുട്ടും. ആ തട്ട് ഒരു 1.5 തട്ടായിരിക്കും. ആ തട്ടിൽ ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് പറയപ്പെടുന്ന ആ പണ്ഡിതൻ പൊന്തി അങ്ങ് പോയി. അയാൾ പോയി 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 ആകാശത്തിലൂടെ പോയി, കടലിലൂടെ പോയി, ഒരു വലിയ ദ്വീപിൽ പോയി വീണു. കണ്ടോ? പിന്നീട് പറയണ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാനത് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് പിന്നീട് പറയണ എന്താ വെച്ചാൽ, ആ ദ്വീപിൽ പോയി വീണപ്പോ അവിടെ ഒരാളെ കണ്ടോ. അയാൾ ചോദിക്കണ്ട, എന്താ ഞാനിങ്ങനെ എന്നെ അടുത്തിരിക്കായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ തട്ടി, ഒരാൾ തട്ടിയിട്ട് ഇവിടെ വന്ന് വീണതാണ് എന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇനി ഇവിടുന്ന് പോകാൻ പറ്റൂല, എത്രയോ വർഷങ്ങളോളം സഞ്ചരിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെത്താൻ പറ്റൂല. പിന്നെ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ വരും. ആ വരുമ്പോൾ അയാളോട് പറഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടും. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായപ്പോ എവിടെ നിന്നൊക്കെയോ കുറെ ആളുകൾ വന്നു. അങ്ങനെ എല്ലാവരും സഫായിട്ട് നിന്നു, മൂപ്പരും പോയി നിന്നു. അപ്പൊ ഇമാമ നിൽക്കുന്ന ആളാരാ? അഹ്മദുൽ ബദവി. മൂപ്പര് അവിടുന്ന് നിസ്കരിക്കാൻ ഇവിടെ. അല്ല ചങ്ങായിമാരെ, ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ആ ചങ്ങായിക്ക് അവിടെ നിസ്കരിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല? നിങ്ങൾ എന്താണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവരുടെ വലിയകളുടെ പ്രത്യേകത എന്താ? ഓൽ അവിടെ നിസ്കരിക്കൂല, നിക്കാരം മാത്രം അവിടെ ഇല്ലാതുള്ളണ്ടോ. തീറ്റ അവിടെ നിന്നുണ്ട്, കുടി അവിടെ നിന്നുണ്ട്, ബാക്കി പോലെ പണിയൊക്കെ അവിടെ. നിക്കാരം വേറെ സ്ഥലത്ത്, അവിടെ നിസ്കരിക്കൂല. അപ്പൊ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ആളുകൾ തെറ്റിദ്ധരിക്കും, എന്താ വലിയ നിസ്കരിക്കാത്തത്? നിങ്ങൾ ഏത് മതത്തിലാണ്? ചോദിക്കട്ടെ ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനങ്ങൾക്ക് തുഹുമത്തുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത്തഖു തുഹുമ, നിങ്ങൾ തുഹുമയെ സൂക്ഷിക്കണം, തെറ്റിദ്ധരിക്കലിനെ സൂക്ഷിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ ഭാര്യയുമായി വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിവരന്മാരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോ റസൂൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞില്ലേ, ഇതെന്റെ ഭാര്യയാണ് കേട്ടോ. സഹാബികൾ പറഞ്ഞു, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിശാച് നിങ്ങളുടെ ഉള്ളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. പിശാച് ചിലപ്പോ തോന്നിപ്പിക്കും, എന്തിനാണ് പ്രവാചകന്റെ കൂടെ പോയ പെണ്ണാരായിരിക്കും, നഊദുബില്ലാ, അത് നിങ്ങൾക്ക് വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് ആ തെറ്റുധാരണ മാറ്റാൻ വന്നതാണ് ഞാൻ. ഇതല്ലേ ഇസ്ലാം?
ഇതല്ലേ റസൂലുള്ളാന്റെ ശരീഅത്ത്. നിങ്ങളെ വലിയകളാവട്ടെ നിസ്കരിക്കൂല, നിസ്കരിക്കാത്തത് എന്താണെന്ന് ചോദിക്കാൻ ചെന്ന അപ്പ തട്ട. ഇനി CM മടവൂര് നിസ്കരിക്കില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ കാട്ടി കാണിച്ചു കൊടുത്തു എന്നാ അല്ലേ? കൈ ഇങ്ങനെ കാട്ടി കൊടുത്തപ്പോ ആ കയ്യിലുണ്ടൊരു സ്ക്രീൻ. ആ സ്ക്രീനിൽ ആരുണ്ട്? അവിടെ കാണുന്നത് കഅബാലയമാണ്, മസ്ജിദുൽ ഹറമാണ്. ആ ഹറമിൽ നിസ്കാരത്തിന്റെ സമയമാണ്. അവിടെ ഇമാമ നിൽക്കുന്നത് ആരാണെന്ന് നോക്കിയപ്പോൾ കാണുന്നത് CM വലിയുള്ളയാണ്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ചോദിക്കണില്ലേ? നിങ്ങളൊന്ന് മറുപടി പറയും. ഞങ്ങൾ ചോദിക്കുന്നില്ല എത്ര കാലായി? മക്കത്തെ പള്ളിയിൽ CM മടവൂർ ഇമാമ നിന്ന ഡേറ്റ് എന്ന് പറഞ്ഞ അത് ഉറപ്പായിട്ട് റെക്കോർഡില്ലേ? CM മടവൂർ ഇമാമ നിന്ന ആ വക്കത്തൊന്ന് പറഞ്ഞതാ. ശുദ്ധബടായി ഈ സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു. നിരന്തരമായി നിങ്ങളുടെ വലിയകളെ ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വലിയകളിൽ നിന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന വലിയകളിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ നിരന്തരമായി കറാമത്തുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇതേ മൂപ്പര് തന്നെ ഇടക്ക് പറയും കറാമത്തൊന്നും പറയല് വലിയ കാര്യമൊന്നും അല്ല എന്ന്. കറാമത്ത് പ്രകടിപ്പിക്കുക അത് വലിയ ഗുണമുള്ള കേസൊന്നുമല്ല. സാലിഹീങ്ങൾ വളരെ അകന്ന ഒന്നാണ് കറാമത്ത് പ്രകടനം. കറാമത്ത് പ്രകടിപ്പിക്കാൻ ഇസ്ലാമിന് വല്ല നേട്ടവും വേണം. ഒരുപക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റിപ്പോവലിന് കാക്കുക, അല്ലെങ്കിൽ ഒരു അമുസ്ലിമിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് മഹാന്മാരൊക്കെ കറാമത്ത് പ്രകടിപ്പിച്ചത്. അപ്പൊ കറാമത്ത് പ്രകടിപ്പിക്കൽ ഒരു വലിയ കാര്യമൊന്നുമല്ല, അതിന് വലിയ വിഷയമൊന്നുമില്ല. രണ്ട് മക്കാമ് മൂപ്പര് പറഞ്ഞു. ഒന്നെങ്കിൽ ഒരു മുഅ്മിനെ ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കാഫിറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. ഇത്തരം ഘട്ടങ്ങളിലാണ് കറാമത്ത്. മനസ്സിലായോ? ഇങ്ങനൊക്കെയാണ് കറാമത്ത് പറയേണ്ടത്, അവിടൊക്കെയാണ് പ്രകടിപ്പിക്കേണ്ടത്. അല്ലാത്തതിലൊന്നും വലിയ കാര്യമില്ല. അതേ പ്രസംഗം ശ്രദ്ധിച്ചോ നിങ്ങള്, അതേ പ്രസംഗം മൂപ്പര് പറയണ കറാമത്ത് ഒന്ന് കേട്ടോളി. അബൂബക്കർ ഹാജി ഇത് പറയും, ബഹുമാനപ്പെട്ടവര് ഈ പോറ്റുമോൻ അപ്പുറത്ത് മഴക്കാലായതുകൊണ്ട് മത്സ്യങ്ങളൊക്കെ വയലിലേക്ക് കയറി വരുന്ന ടൈമാണ്. അദ്ദേഹം ഒരു വല വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി. ഇവരിങ്ങനെ തിണ്ണയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വയലത്തൂര് പാപ്പ പറയുന്നതൊക്കെ അന്ന് കറാമത്തായിരുന്നു. എത്രയോ സ്ഥലത്ത് മഴ വർഷിപ്പിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ട് മക്കാമ പറഞ്ഞത് എന്താ? കറാമത്ത് വരേണ്ട സ്ഥലം ഒന്നെങ്കിൽ ഒരു മുഅ്മിനെ ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കാഫിറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ പറഞ്ഞു വെച്ച ആള് പറയുന്ന ആരാ? വൈലത്തൂർ തങ്ങളുടെ കറാമത്താണ്. മൂപ്പര് കറാമത്തോടെ കറാമത്ത്. ഈ രണ്ട് മക്കാമൊക്കെ മൂപ്പര് മറന്ന് എന്തൊക്കെയാണ് കറാമത്ത് പറയുന്നതും ചെയ്യുന്നതും എല്ലാം കറാമത്ത് കേട്ടോ. കുറേ സംഭവങ്ങൾ പാപ്പ പറയുന്നൊക്കെ അങ്ങനെ കറാമത്ത് പ്രകടിപ്പിക്കുക, അതായിരുന്നു അന്നത്തെ പണി. പറഞ്ഞ അങ്ങനെയാവും. അക്കൂട്ടത്തിൽ പാപ്പ രസമായിട്ട് പറഞ്ഞു, മോനെ നീ വെച്ച വലയിൽ ഒരു ബിലാൽ കുടുങ്ങിയിട്ടുണ്ട്. നമ്മൾ വരുന്ന കണ്ണൻ എന്ന് പറഞ്ഞ മീൻ. ഇദ്ദേഹം നേരെ ചെന്ന് നോക്കുമ്പോ നല്ലൊരു കണ്ണന് കുടുങ്ങിയിട്ട് അതെടുത്ത് അദ്ദേഹം അടുക്കള ഭാഗത്തിലൂടെ വന്ന് CM വലിയുള്ളാഹി അവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ടവരുടെ അരികിൽ കൊണ്ടു ചെന്ന് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോ ഇങ്ങനെ ബിലാലിനെ കിട്ടി. ഓലൊക്കെ ബിലാലിനെ പറയാം, കിട്ടി. അത് അടുക്കളയിൽ കൊണ്ടുപോയി കൊടുക്കുക. അദ്ദേഹം അത് കൊടുത്ത് നേരെ തങ്ങളെടുത്ത് വന്നേക്കന്നെ തങ്ങൾ പറയാം, നിന്റെ വലയിൽ 2 ബിലാൽ കുടുങ്ങിയിട്ടുണ്ട്. തങ്ങള് അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിൽ നിന്നല്ലേ പറയുന്നു. ഉടനെ അദ്ദേഹം വീണ്ടും ചെന്ന് നോക്കുമ്പോ 2 കുടുങ്ങി. അത് കൊണ്ടുവന്ന് അടുക്കള ഭാഗത്തിലൂടെ തന്നെ വന്ന് CM വലിയുള്ളാഹിനെ കാണിച്ചു. ബഹുമാനപ്പെട്ടവര് അപ്പോഴും പറഞ്ഞു അത് അടുക്കളയിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ തങ്ങളെ അകത്തേക്ക് CM വലിയുള്ളാഹി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ കറാമത്ത് അവിടെ ഉണ്ടല്ലോ, ആവശ്യത്തിന് പ്രകടിപ്പിച്ചാൽ പോരെ. അങ്ങനെയുണ്ട്. അപ്പൊ എന്താ സംഗതി? ഈ കറാമത്ത് ഇങ്ങനെ 2 ബിരാല് കുടുങ്ങി, ആദ്യം 1 ബിരാല് കുടുങ്ങി. അതൊക്കെ മൂപ്പര് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാൻ
ഇതിങ്ങനെ പ്രകടിപ്പിക്കാൻ. എന്തിനാ പ്രകടിപ്പിച്ചത്? CM-നെ ഈമാനിൽ ഉറപ്പിക്കാനാണോ? അതോ വേറെ ആരെങ്കിലും കാഫിറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കള്ളക്കറാമത്തുകൾ ഇങ്ങനെ പറയാ. ചില സമയത്ത് എന്തെങ്കിലും എന്ത് ചെയ്യാ, നേര് ചിലപ്പം പുറത്തു വരും. ആ നേരാണ് ആദ്യം കേട്ടങ്ങൾ. പറയുന്നത് മുഴുവനും കള്ളങ്ങൾ. ഏത് പറയുമ്പോൾ പലപ്പോഴും പറയുന്നതൊക്കെ കളവ് തന്നെ. ഞാൻ ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. പറയുന്നത് മുഴുവനും നുണകൾ. ഈ നുണങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക മുസ്ലിയാക്കന്മാർ. അത് CM മടവൂരിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നുണയുള്ളത്. മുമ്പ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചായിരുന്നു. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചാണ്. ആ മുഹീദ്ദീൻ മാല എടുത്തു നോക്കിയാൽ അതിലുള്ളത് മുഴുവനും ഈ കള്ളക്കറാമത്തുകൾ തന്നെയാണ്. അതുപോലെ ഇവിടുന്ന് സ്പോട്ടിൽ പൊളിക്കപ്പെട്ട ഒരു കറാമത്തുണ്ട്, ഒരു കള്ളക്കറാമത്ത്. അതും കൂടെ നിങ്ങളത് കേട്ടോളി. പറയുന്നത് ഒരു സഖാഫിയാണ്, പൊളിക്കുന്നത് വേറൊരു മുസ്ലിയാരാണ്. മടവൂർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവര് അവസാനം വരെ താമസിച്ചിരുന്നത് കോഴിക്കോട് ഇടിയങ്ങര മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലായിരുന്നല്ലോ. അവിടെ ഒരു അലമാരി നിറയെ നോട്ടും കെട്ടായിരുന്നു. ആ നോട്ടും കെട്ട് അവര് വഫാത്താവുന്നതിന് അല്പം മുമ്പ് എടുത്തിട്ട് ജനവാതിലിലൂടെ വലിച്ചെറിഞ്ഞു. ജനങ്ങൾ ഒന്നാകെ, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾ ഒന്നാകെ ആ വീട്ടിലേക്ക് ഒഴുകി. അവര് ആയിരക്കണക്കിന് ഓരോരുത്തരും വാരിക്കൂട്ടി. കിട്ടുന്നവരൊക്കെ കൊണ്ടുപോയി. ആയിരങ്ങൾ അന്ന് കിട്ടിയവരുണ്ട്. അങ്ങനെ മടവൂർ ശൈഖ് പറഞ്ഞു, ഇവിടെ കുറെ കടലാസുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തൊഴിവാക്കി. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് ഇനി ഇല്ല. അത് പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ വഫാത്തായത്. അപ്പൊ എങ്ങനെയുണ്ട്? മൂപ്പര് പറയാണ്, മടവൂർ ശൈഖിന്റെ അവസാന കാലഘട്ടമായപ്പോ അലമാരിയിൽ നിറയെ നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു എന്നാണ്. മരിക്കണതിന് മുമ്പ് മൂപ്പര് അത് മുഴുവൻ എടുത്തിട്ട് ആ ജനൽവാതിലൂടെ പുറത്തേക്ക് അങ്ങനെ വാരി വിതറി. അതോടുകൂടി ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ആയിരക്കണക്കിന് രൂപ ഓരോരുത്തർക്കും ലഭിച്ചു. ഒരു വലിയ സംഗതിയായിരുന്നു അത് എന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുമല്ലോ. എന്നാലേ അടുത്തങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. സംശയം കൂടെ ചോദിച്ചോട്ടെ. പല ആളുകളുടെ സംസാരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഷെയ്ഖുന മേളിൽ റൂമി നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ, അവിടുന്ന് ജനലിൽ കൂടെ പൈസ അങ്ങനെ വാരിടുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല. അതായത് അവിടെ വരുന്നവര് കൊടുക്കുന്ന പൈസകളൊക്കെ ചിലപ്പോൾ മുസ്ലിം നോട്ടുകളൊക്കെ വാങ്ങും, ചിലർക്ക് അങ്ങോട്ട് കൊടുക്കും, വാരിക്കോരും. ആ പൈസ ഫ്രഷ് നോട്ടാക്കിയിട്ട് 3 ആൾക്കാരാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒന്ന് തറയിൽ അബു കോത്തനാട്ടിലെ അബുവാജി എന്ന് പറയും, മക്കരപ്പറമ്പ്. ഒന്ന് നേപ്പാടിലെ അബ്ദുറഹ്മാനാജി, ഇപ്പൊരു വഫാത്താണെന്ന് തോന്നുന്നു. പിന്നെ ഇന്നിപ്പം മടവൂരിലും മമ്പറത്ത് മുതല കച്ചവടം ചെയ്യുന്ന അംസാജി കരുവാരപ്പുണ്ട്. ഓരാണ് ഈ ഫ്രഷ് നോട്ടാക്കല്. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഈ നോട്ടിന് ആവശ്യമില്ലാന്ന് തോന്നിയപ്പോഴും ഓരോരുത്തർക്കായിട്ട് 100-200 ഒക്കെയായിട്ട് ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ജനങ്ങൾ അറിഞ്ഞിട്ട് ജഗബൊഗായി എന്നല്ല, ജനസാഗരങ്ങളിലും പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലും കൂട്ടുന്ന മുറ്റത്ത്. പക്ഷെ ബഹുമാനപ്പെട്ടവർ ഒരു പൈസ പോലും ജനവാദിന്റെ ഉള്ളിൽ കൂടി അറിഞ്ഞു കൊടുത്തിട്ടില്ല. ഒക്കെ അവിടെ വന്നത് സാക്ഷിയാണ്. കണ്ടോ, ഒരു മുസ്ലിയാര് ഭയങ്കര വലിയ സംഗതിയായി കറാമത്ത് പറഞ്ഞതാ. എന്താ? മടവൂർ ശൈഖ് സുബ്ഹാനല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് തന്റെ സമ്പത്ത് മുഴുവനും, ആ അലമാരി ഉണ്ടായിരുന്ന നോട്ട് മുഴുവനും അങ്ങനെ എറിഞ്ഞു. ആയിരക്കണക്കിന് നോട്ട് ഓരോരുത്തർ കിട്ടി. എന്ന അനുഭവസ്ഥൻ അന്ന് മൂപ്പർ എവിടെ ഉണ്ടായിരുന്നത്? ആ വീട്ടുടമസ്ഥന്റെ ഇപ്പം അദ്ദേഹത്തിന്റെ മകനാണത്. അയാൾ പറയുന്നു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? മരിക്കണതിന് മുമ്പ് ആരൊക്കെയോ കൊടുത്ത പൈസ അത് മൂപ്പർ ഓരോരുത്തർക്ക് കൊടുക്കലായിരുന്നു. അതുകൊണ്ട് നല്ല നോട്ടാക്കി വെക്കലുണ്ട്. അതെടുത്തിട്ട് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് 100-200 വെച്ച് കൊടുത്തു. മടവൂർ ശൈഖ് ഇങ്ങനെ ചില ആളുകൾക്ക് പൈസ കൊടുക്കുന്നെന്ന് കേട്ടിട്ട് നാട്ടുകാർ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നല്ലാതെ ജനവാദലിന്റെ ഉള്ളിലൂടെ ആയിരക്കണക്കിന് നോട്ടുകൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ സംഭവമേ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുമ്പൊരു കഥ ഉണ്ട്, ഈ അറക്കല ബീവി ആനയെ തുപ്പിയെന്ന്. കേട്ടിട്ടുണ്ടാ?
അറക്കല ബീവി ആനയെ തുപ്പിന്നൊരു കഥ കേട്ടിട്ടുണ്ടാ? അക്കഥ മാതിരിയാണ്. ഒരുത്തൻ അന്വേഷിച്ച് വന്നതാ തിരുവനന്തപുരത്ത് നിന്ന്, അറക്കല ബീവി ആനയെ തുപ്പിന്ന്. അതെങ്ങനെ സംഭവിക്കാൻ? കാരണം ഒരു പെണ്ണെങ്ങനെയാണ് ഒരു ആനയെ തുപ്പാന്ന്. അവിടുന്ന് അന്വേഷിച്ച് കൊല്ലത്തെത്തിയപ്പോൾ ആനയല്ല, അതൊരു പോത്തല്ലേ നായി, കാളയോ പോത്തോ. അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ അത് പിന്നെ ആടായി, പിന്നെ അത് കോഴിയായി, പിന്നെ ഒരു പക്ഷിയായി, പിന്നെ പക്ഷിയല്ല കോഴി, അതിൻ്റെ ഒരു മുട്ടയായി. അവസാനം ഈ അറക്കൽ തറവാട്ടിനടുത്ത് തന്നെ അവിടെ നിന്ന് അന്വേഷിക്കുമ്പോൾ ബീവി ചോറ് തിന്നപ്പോൾ ഒരു കറുത്ത വറ്റുണ്ടായിരുന്നു, അത് തുപ്പിയതാണല്ലോ. ഒരു കറുത്ത വറ്റ് തുപ്പിയത് അങ്ങോട്ടെത്തിയപ്പോഴേക്ക് അതൊരു വലിയ ആനയായി. ഈ ജാതി കറാമത്ത് പ്രചരണം പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരെ അവസാനിപ്പിക്കണം നിങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ അവസാനം ഇത് കേട്ട് 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 സഹികെട്ടത് മുസ്ലിയാക്കന്മാർ സഹികെട്ടു. അങ്ങനെയാണ് സഖാഫിമാരെല്ലാവരും കൂടി പേരോടിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ ഒരുമിച്ച് കൂടിയിട്ട് ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന കറാമത്ത് പറയരുത്, ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന, തെറ്റുധാരണയുണ്ടാക്കുന്ന, വിശ്വസിക്കാൻ പ്രയാസമുള്ള കറാമത്ത് പറയണ്ട എന്ന് ദായിമാരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഗതികേടിലേക്ക് നിങ്ങളെത്തി. അതിനേക്കാളും വലിയ വിഷമമാണ് ഇവിടുത്തെ സാധാരണക്കാർ. നിങ്ങളെ പുച്ഛിച്ച് തള്ളാണ്. ആ പുച്ഛിച്ച് തള്ളുന്നത് അതാ ഒരു മുസ്ലിയാർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, നമ്മളെ നാട്ടിലെ സാധാരണക്കാർ നമ്മളെ പുച്ഛിച്ച് തള്ളാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പല ഗ്രൂപ്പുകളിലും നടന്നിട്ടുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ നമ്മൾ വലിയ അത്ഭുതപ്പെട്ടു പോകും. വഹാബികൾ സംസാരിക്കുന്ന അതേ രൂപത്തിൽ സാധാരണക്കാരായ സുന്നികളായ പക്കാ നിഷ്കളങ്കരായ സാധാരണക്കാരെ സംസാരിക്കാൻ കണ്ട. സാധാരണക്കാരായ സുന്നികൾ എന്ന് പറഞ്ഞാൽ സമസ്തക്കാരെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സാധാരണക്കാരായ സമസ്ത പ്രവർത്തകന്മാർ തന്നെ വഹാബികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, അവർ ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നു. എന്തേ ഉത്തരം കിട്ടാതെ മുസ്ലിയാക്കന്മാര് വട്ടം കറങ്ങുന്നു. ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് ഈ കേൾക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് നാട്ടുകാര് തന്നെ പറയാൻ തുടങ്ങി. കഴിഞ്ഞ മുഖാമുഖത്തിൽ അവർ കൊണ്ടുവരുത്തിയ കുട്ടികൾ തന്നെ പോലെ ചോദിച്ചു വട്ടം കറക്കിയതുപോലെ ചില കുട്ടികൾ മുസ്ലിയാക്കന്മാർ കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ തന്നെ. കാരണം അതിൽ ഓരോരുത്തരുടെയും സംസാരത്തിന്റെ ശൈലിയും അവരുപയോഗിക്കുന്ന വാചകങ്ങളും കേട്ടാൽ നമുക്കറിയാം 10-12 കൊല്ലം നമ്മളും ദർസിൽ ഓതിയതല്ലേ, നമുക്കറിയാലോ ഓരോരുത്തരുടെയും രൂപവും ഭാവവും അവരുടെ ശൈലിയും ഒക്കെ കേൾക്കുമ്പോൾ ആ മുല്ലാർ കുട്ടികൾ തന്നെ ഇവരിട്ട് വട്ടം കറക്കി. കഴിഞ്ഞില്ല, നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതമാക്കപ്പെടുന്നത് വരെ മുജാഹിദുകളുടെ തേരോട്ടം, മുജാഹിദുകളുടെ ദഅവത്ത് ശക്തമായി കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ദർസിന്റെ ഉള്ളിൽ, നിങ്ങളുടെ മുത്തഅല്ലിമീങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സാധാരണക്കാരുടെ ഉള്ളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ സങ്കടമാണ് ഈ മുസ്ലിയാർ പറയുന്നത്. എന്തിനാ പറയുന്നത്? ഓലെ ജീവിതം അങ്ങ് പറഞ്ഞ പോരെ. കറാമത്ത് ഈ രൂപത്തിൽ സംസാരിച്ച് ഈ ലുട്ടാപ്പി കഥകൾ, ഡിങ്കൻ കഥകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറാമത്തുകളെ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരം സാധാരണക്കാരായ ജനങ്ങൾ പറയാൻ എന്തൊരു വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ കൺമുന്നിലൂടെ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇനി നിങ്ങൾ എത്ര കാണാൻ കിടക്കുന്നു. ഇപ്പങ്ങൾ കണ്ടതൊന്നും അല്ല കാണാ. ഇനി നിങ്ങളെ ജനങ്ങൾ പരസ്യമായി ആളുകൾ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ട് മിണ്ടാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് നാട്ടിലെ ജനങ്ങൾ മാറും. ഇത് നിങ്ങൾക്കൊരു സൂചനയായി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സുന്ദരമായ ആശയത്തിലേക്ക്, സുന്നത്തിന്റെ ഏറ്റവും സുന്ദരമായ മേഖലയിലേക്ക് നിങ്ങൾ തിരിച്ചു നടക്കൂ. അതേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഈ കള്ളക്കറാമത്തുകളും ഓരോ സന്ദർഭത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ദീനിനെ മാറ്റിപ്പണിയുന്ന ഈ സമീപനം മാറ്റിവെക്കൂ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നമുക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം ഇതാണ്. അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്ക്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.